ഹലോ. അപ്പോൾ ഇന്ന് എപ്പോഴും ഉള്ള പോലെ തന്നെ ഒരു ദിവസമായിരുന്നു. അമ്പലത്തിലെ പാട്ടൊക്കെ വെച്ചു. അങ്ങനെ നല്ലൊരു സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമുക്ക് രാത്രി ഒരു ക്രേവിങ്സ് വരുമല്ലോ, അത് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് കയറുന്നത്. ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും. ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്ന് നോക്കുന്നൊരു ശീലം എനിക്കുണ്ട്. അതെല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും അല്ലേ. എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജിലൊക്കെ സാധാരണ ചിരകി വെച്ച് തേങ്ങ, ഇന്നലത്തെ കറി, ഇന്നലത്തെ ചോറ്, അങ്ങനത്തെ ഒക്കെ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ലാണ്ടൊന്നുമില്ല കേട്ടോ, എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ ബിരിയാണിനെ കുറിച്ചല്ലേ പറഞ്ഞത്, അപ്പോൾ നമുക്കത് തന്നെ പറയാം. ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇവർക്ക് എങ്ങനെയൊക്കെ സാധിക്കുന്നത്, ഇത്രയും വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു ടാസ്ക്കല്ലേ ഈ ബിരിയാണി ഉണ്ടാക്കൽ. ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ കിട്ടുന്നതെന്നൊക്കെ നമ്മൾ ബിരിയാണിനെ അറിയുന്നതിന് മുന്നേ നമ്മളങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടും. അങ്ങനെ എനിക്കും പറ്റിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ റീസെൻ്റായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചു തന്നെ. നമുക്ക് പറ്റും, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റും. നമ്മൾ ബിരിയാണിനെ അറിയണം, ബിരിയാണി നമ്മളെ അറിയണം. ഇപ്പോൾ വിചാരിക്കും ബിരിയാണി എങ്ങനെ നമ്മളറിയുന്നത്, അതൊക്കെ അറിയാൻ പറ്റും. ബിരിയാണി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ബിരിയാണിക്ക് നമ്മൾ നല്ല പരിചയമായിരിക്കും. എപ്പോഴും ചിക്കൻ ബിരിയാണി മാത്രം നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ, ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫിഷ് ബിരിയാണി നമ്മൾ ട്രൈ ചെയ്യണം. അങ്ങനെ ഞാൻ ഇന്ന് ഫിഷ് ബിരിയാണി ട്രൈ ചെയ്തു. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റാ.